ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇവിടെ ഒരാളുകൂടി ഉണ്ട്. പിന്നെ ഇവൻ്റെ കൂടെയുള്ള വീഡിയോ ഇട്ടപ്പം ഫുള്ള് നെഗറ്റീവാണ് വരിക എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ എല്ലാം പോസിറ്റീവാണ് വന്നത്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഓ എങ്ങനെ ശബ്ദമപ്പേസ് ഏത് സൈഡ്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞ സെയിം കാര്യം പലരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കണ്ടാൽ മാം സൺ തോന്നൂല എന്നുള്ളത്. ഞങ്ങൾ കളർ എനിക്കാ കൂടുതൽ ആണ് നോക്ക്. അപ്പോൾ കളർ എനിക്ക് കൂടുതലുള്ളതുകൊണ്ട് എൻ്റേതല്ല എന്നുള്ളത് ഉറപ്പായി. അപ്പം എല്ലാവരും നല്ല അഭിപ്രായമാണ്. നല്ല മോനാണ് എന്ന് പറഞ്ഞു. വേറെ ആരും ഇല്ലെങ്കിൽ കൂടി കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടോ? അതേപോലെ എൻ്റെ അവസ്ഥ. ഇവൻ്റെ സ്വഭാവം അറിയണമെന്നുണ്ട് എന്നോട് ചോദിക്കണം. ആരോട് ചോദിക്കണം? സപ്തമ പേസ് അണ്ണാച്ചി അനക്ക് ഞാൻ മൈക്ക് വാങ്ങി തരേണ്ടി വരും. അപ്പോൾ എന്നിട്ട് ഇന്നലെയൊക്കെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കും കൂടിയില്ല, ഇവനും കൂടിയില്ല. ഇവന് എക്സാം ആണെന്ന്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? പഠിച്ചോ? ഏതാ പഠിച്ച്? അന്ന് മലയാളമല്ല, അയ്യോ മലയാളത്തിന് ഹിന്ദി പഠിച്ച് പോകുന്ന എൻ്റെ മകൻ തംബ്ലൈന് കൊടുക്കാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അവന് പഠനത്തിൻ്റെ ഇതിലായിപ്പോയി, ഞാൻ വേറെ ചൊറയിലായിപ്പോയി. അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ഇടുമെന്ന് വിചാരിച്ച് ഇങ്ങെന്താ അണ്ണാച്ചി ഇങ്ങനെ ഇരിക്കുന്നത്? ശബ്ദം പേസ് അണ്ണാച്ചി, ശബ്ദം വരണ്ടാണ് തള്ളാൻ അണ്ണാച്ചി വിളിക്കുന്നടാ. അപ്പോൾ അങ്ങനെയാണ്. ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ. ഓനെണീറ്റ് വീട്ടിലേക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് കൊണ്ടുവച്ച് ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം അവന് മറ്റേ ഇതിന് പോകാനും, എക്സാമിന് പോകാൻ. അതുകൊണ്ട് അവൻ രാവിലെ എണീറ്റ് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച്. നോമ്പില്ലല്ലോ ആർക്ക്? നോമ്പ് പറ്റി കിട്ടോ. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്തപ്പം എല്ലാവർക്കും നല്ല അഭിപ്രായം. ഓനെ പറ്റി CID മൂസല നായും ദിലീപും ഈ ഒരു സ്ക്രീനിൻ്റെ അകത്ത് ഞങ്ങൾ രണ്ടാളും കൊള്ളണ്ടേ എന്നോ അതൊക്കെയല്ലടേ. അപ്പം അങ്ങനെയാണ്. അവിടെ അല്ലടാ വലിയ സ്ക്രീൻ ആണോ? ഒരു സോണിയുടെ ക്യാമറ ആണ്. ഈടാ എൻ്റെ മക്കൾക്ക് എൻ്റെ വരവിനെക്കാട്ടി വലിയ ചിലവ് നടത്താൻ വേണ്ടിയിട്ട് പോലും മിടുക്കന്മാരാണ്. ഓനിപ്പോഴേ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് നടക്കുക. പിന്നെന്തേത്താ കാട്ടാക്കടുള്ള റിസർവ് ബാങ്ക് വേണോ? കാട്ടാക്കട നമുക്കൊരു റിസർവ് ബാങ്ക് തുടങ്ങാം. അപ്പം എന്നിട്ട് പറഞ്ഞു വന്ന കാര്യം, ഇവൻ്റെ കൂടെ വീഡിയോസ് ഇട്ടപ്പം നല്ല നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് വന്നത്. പിന്നെ ഇവൻ്റെ കൂടെ ഇനിയും വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലായിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നു. എന്തിനാ മക്കളെ, ഞാൻ സഹിച്ചാൽ പോരെ, നിങ്ങളും കൂടി സഹിക്കേണ്ട ആവശ്യമുണ്ടോ? അമ്മ ഈ ഫീൽഡിൽ വന്നിട്ട് കുറേ കാലമായി. മോനിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഇല്ലാലോ. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളത് വീഡിയോ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ മുഖം കാണിക്കാണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഇടൂ, അതല്ലേ? അപ്പം അങ്ങനെയാണ്. എന്ത് പറഞ്ഞാലും കളർ എനിക്കാ മോനെ. പിന്നെ ഫോണിനോട് ഞാൻ പറയാ, നിന്റെ ഫോണാണ്, കുറച്ച് കളറ് കൂട്ടിയിടണം എന്ന് പറഞ്ഞത്. അയ്യടാ എടാ കമ്പനിക്കാടാ കളറ്, പ്രൊഡക്ഷന് കളറില്ല. അപ്പൊ പൊതുവേ എനിക്ക് അതിനെല്ലാം കളർ ഉണ്ടല്ലേ. ടാനായിക്കൂല, ഞാനായിക്കിനി അടിക്കുക.
ഗ്ലൂട്ടാറ്റൈൻ ചെയ്യാം. എന്തരോ ഗ്ലൂട്ടാറ്റൈൻ. എന്തരോ കേട്ടില്ലടേ. നീ ഗ്ലൂട്ടാറ്റൈനോ? ഗ്ലൂട്ടത്തൈൻ തന്നെയാണ്. ആ ആയിക്കട്ടെ. ആ ആ ആ ആ സിറ്റിങ്ങിന് എത്രയാണെന്നറിയോ? 6000. 2000 പറഞ്ഞല്ലേ? അയ്യാടാ, ഞാൻ ഗ്ലൂട്ടത്തൈൻ എടുക്കുന്നുണ്ട് കേട്ടോ, അതത്ര കളർ. അപ്പം ഇന്ത്യ കണ്ടിട്ട് ഓനും എടുക്കണം എന്നുള്ളത് നടക്കുന്ന കേസാണോ അണ്ണാച്ചി? പപ്പ റിച്ചടേ എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ റിച്ചല്ല. അപ്പം ഞാൻ കുത്തിട്ടോ, എനിക്ക് തലവേദന ഇല്ലേ? എനിക്ക് തലവേദനയാ ഗൈസ്. ഇളക്കല്ലടോ, ഞാൻ ഇവൻ്റെ എൻ്റെ സ്റ്റാൻഡാക്കി നിർത്തിയതാണ്, അപ്പോൾ കാലിളക്കുക. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഞങ്ങളെ കണ്ട അമ്മയും മോനും ഒന്നും പറയൂല ഇങ്ങേടാ. അതിന് എൻ്റെ മോനല്ല ഇത്. അയ്യടാ, എവിടെ നോക്കിയാലും എനിക്ക് തന്നെടാ വെളുപ്പ്. എന്നോട് ചിലർ ചോദിക്കും ശരിക്കും ഇത് നിങ്ങളുടെ മോനാണോ? അപ്പം ഞാൻ പറയാം അല്ല, എൻ്റെ ഭർത്താവ് ആദ്യം കെട്ടിയില്ല. അത് സത്യമാണ്. ഈ ആഴ്ചക്ക് എത്ര പ്രാവശ്യം മുടി വെട്ടലുണ്ട്? മാസത്തിൽ 4 പ്രാവശ്യം. മാസത്തിൽ 4 ആഴ്ച തന്നെ ഞങ്ങൾക്കും ഉള്ളത്. അതിൽ 4 ആഴ്ച ഇനി മുടി വെട്ടു. കഴിഞ്ഞ ആഴ്ച വെട്ടിയ അപ്പോൾ ഈ ആഴ്ചയും വെട്ടണം. പണ്ടൊരു ഒരിക്കലേ പണ്ടൊരിക്കലേ ഇവന് മുടി ഇങ്ങനെ നീണ്ട് വന്നിട്ട് കുറച്ച് വെട്ടിച്ചിട്ട് ഇവന് ഭയങ്കര ഷെയിമായിരുന്നു, അല്ല വിഷമായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു മുട്ട അടിക്കുകയെന്നാണ്. എൻ്റെ ഏട്ടത്തിയും പറഞ്ഞു മുട്ട അടിക്കാന്ന്. ഓർമ്മയുണ്ടോ അത്? അങ്ങനെ പൂനൂരൊരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവച്ച് ഞാൻ മുട്ട അടുപ്പിച്ച് കണ്ണാടിയിൽ നോക്കിയോ ഒരൊറ്റ കരച്ചിൽ. ഇത്ര ഏർപ്പെട്ടോ? ചാമ്പി വിട്ടത്താത്ത പറഞ്ഞ്, ഏട്ടത്തി പറഞ്ഞു മുടി മുട്ടടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന്. അത് കേട്ട് ഞാൻ മുട്ടടിക്കാൻ പോയാൽ ഇവനാണോ പൊട്ടൻ, ഞാനാണോ പൊട്ടത്തി? കൊണ്ടുപോയല്ലേ, ഇനി പോകുന്നതല്ലേ, എനിക്കല്ലേ മുട്ടടിക്കണം എന്ന് പറഞ്ഞേ. ആ പിന്നെ ആ കുസൃതി എന്തേ കണ്ണാടിയിൽ നോക്കി കരഞ്ഞത്? ഓർമ്മയില്ലേ? ഓർമ്മിപ്പിച്ചിരടാ, ഞേലുണ്ട് ഫോട്ടോ. ഇവന് നല്ലൊരു പണി കൊടുത്തിട്ട് ഞാൻ. എന്താ എന്താണത്? ഇവന്റെ ചെറുതിലുള്ള ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ എന്തിനോന്ന് ഞാൻ ആൾമാറി തുറന്ന സമയത്ത് ഇത് കണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുത്ത് ഞാൻ ഒരു ആൽബാക്കി വെച്ചതാ. അപ്പോൾ അതിൽ എങ്ങനത്തെ ഫോട്ടോ? ആൽബം ചോദിച്ച ട്രോളായിടേന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ആരുടേന്ന്? ലെനിൻ്റെ ഫോട്ടോ എടുത്ത്. ആദ്യത്തെ മക്കളെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത് വെക്കും. എങ്ങനത്തെ ഫോട്ടോയാ? അപ്പോൾ ഒച്ചണ്ടാക്കല്ലടേ. ഒരു ന്യൂഡ് ഫോട്ടോ ചെറുതായ സമയത്ത് 1.5 വയസ്സോ 2 വയസ്സോ പിടിച്ച് ഏകദേശം നിൽക്കുകയുള്ളൂ. ആ ഒരു സമയത്ത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്ത് ഞാൻ ടീച്ചർക്ക് അയച്ചെടുത്ത്. ടീച്ചർ തിരിച്ച് മറുപടി അയച്ചെന്താണെന്നറിയാം? എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് മേടിച്ചിട്ടില്ല വെച്ചാൽ ടീച്ചർ അത് ഗ്രൂപ്പിലിടുമെന്ന്. കുട്ടി മാമ പെട്ട് മാമ ആൽബം കത്തിക്കാൻ നടക്കുക അവന്. അപ്പോൾ അത് മാത്രമല്ല, കുറേ ഫോട്ടോസ് ഉണ്ട്, ഇനി നിങ്ങൾക്കും കാണാം. കാണിച്ചു കൊടുക്കടാ ഞാൻ എല്ലാവരെയും. നല്ല ഫോട്ടോ ഉണ്ട്. ആരുടെ? എന്നിട്ട് എനിക്കെന്തോരം മുടിയുണ്ട്. അപ്പം അങ്ങനെയാണ്. ഇവൻ്റെ കൂടെ വീഡിയോ ചെയ്യണം, ഇവൻ്റെ കൂടെ വീഡിയോ ചെയ്തിട്ട് പോനായോ? എപ്പോഴാ പരീക്ഷ? 2 മണിക്കാ? എത്ര മണി വരെ? 1.5 മണിക്കൂറേ ഉള്ളൂ പരീക്ഷ. 40 മാർക്കിൽ എത്ര മാർക്ക് കിട്ടും? 12
11 കിട്ടിയാലായി. അന്നപ്പിന്നിട്ട് ഇവൻ്റെ കൂടെയുള്ള വീഡിയോസ് ഇടുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഇനി അവൻ്റെ കൂടെ വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെയോ ഞങ്ങൾക്ക് കൂടിയില്ല, ഇന്നെങ്കിലും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. മോനൊരു തല പുസ്തകമായിട്ട് ഞാനൊരു തല പെയിൻറ്റുമായിട്ട്, രണ്ടാൾക്കും 2 പണിയാണ്. അന്നപ്പോൾ പിന്നെ ഇന്ന് രാവിലെ എണീറ്റപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. ഇപ്പം സ്കൂളിൽ പോകുമല്ലോ, പരീക്ഷ ആയതുകൊണ്ട്. മെനിയാന്നറിയും ലീവ്, അതിൻ്റെ തലേന്നറിയും ലീവ്, അതിൻ്റെ തലേന്നറിയും ലീവ്. അന്നപ്പം മനസ്സിലായല്ലോ നല്ല കുട്ടിയാണെന്ന്. എന്നിട്ട് ടീച്ചറോട് പറയല്ലോ എന്താണെന്നറിയോ, ഉമ്മക്ക് ഡോക്ടറെ അടുത്ത് കണ്ട് ബാപ്പൻ്റെ കല്യാണമാണ്, അമ്മായിൻ്റെ മോളെ പ്രസവമാണ്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ലീവ് എടുക്കൽ. അല്ല ബാപ്പനെ ഇനി എത്ര പ്രാവശ്യം കൊന്നിക്കടാ? 2 പ്രാവശ്യം. മരിച്ച ആൾക്കാരെ 4-5 പ്രാവശ്യം കൊന്നിക്ക്. അങ്ങനത്തെ മോനാണിത്. ഇവിടെ നല്ല കുട്ടി, സ്കൂളിൽ പോണ കുട്ടി. എൻ്റെ മോനല്ലേ, തരികടല്ലാണ്ട് നിൽക്കുവോ? മരിച്ചോലെ വന്ന് 4-5 പ്രാവശ്യം ഇപ്പൊ കൊല്ലുന്നു. ഇതൊക്കെ ടീച്ചർ കാണുന്നുണ്ടല്ലേ? ടീച്ചർ ഇതിന്റെ താഴെ നമുക്ക് തംബ്ലൈൻ കൊടുക്കാം, എൻ്റെ ടീച്ചർ മാത്രം കാണരുത് എന്ന് പറഞ്ഞു. പ്രിൻസിപ്പളിനും ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കടാ. ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ സ്കൂൾ, പക്ഷെ അടിപൊളി സ്കൂളാണ്, നല്ല ടീച്ചറുമാണ്. അതിനോ അടുത്ത വർഷം ആ ടീച്ചർ തന്നെ വേണമെന്നുള്ള ആവിടല്ലടാ. നിങ്ങൾക്കൊക്കെ ഞാൻ വീഡിയോ ഓണാക്കുമ്പോഴേക്ക് എന്താടേ എനിക്കും മാമനൊക്കെ, ഇവർക്ക് ഞാൻ വീഡിയോ ഓണാക്കുമ്പോഴേക്ക് വണ്ണാക്ക അങ്ങ് പൊളുത്തിയിടും. അപ്പോൾ നമ്മൾ മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ഉണ്ടാവും. ഞാനിങ്ങോട്ട് തീരുമാനിക്കണല്ലേ, എൻ്റെ ഫോണ് എൻ്റെ അക്കൗണ്ട് ഞാൻ. അയ്യോ പൊതുവെ 100K പോകുന്നത്, ഇവനുള്ള കൊണ്ട് 10K. 100 ആണോ 10 ആണോ വലുത്? ഇനി ആയതുകൊണ്ട് എനിക്ക് 10 വലുത്. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ലെൻഷൻ ജസ്യ. ആടാ ഇനി വല്ല ഭാർഗവീന്നോ രമണീന്നോ അങ്ങട്ടോ തള്ളയുടെ പേര് വേണ്ട നടക്കുന്നവന്. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം ആൻഡ് ലെൻഷൻ സലീം. വേണോ? വേണ്ട, സലീമിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.